പറ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഏതാ തല? ആ തലയും വെക്കണേ. അത് പിന്നെ അതിന് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ബാക്കി പറയാണ്. അപ്പൊ ഞങ്ങള് ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആ വൈബിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ വൈബിലാണ്. പാവവൻ. പിന്നെ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വഴിയെ കണ്ടോളും. ഓക്കേ ഗയ്സ്, നമുക്ക് വ്ലോഗിലേക്ക് പോവാം. കളഞ്ഞ എടാ, അങ്ങനെ നല്ലത് എനിക്കറിയാം. ആ പോയി. ഇതല്ല വൈറ്റ്. എടാ, മര്യാദക്ക് പൊളിക്കട്ടത്. വേണ്ടത് നിക്ക് പറഞ്ഞു. എന്റെ വായിൽ മിഠായി. അല്ല കുത്തിയ ഒന്നുമല്ല, നമ്മള് കണ്ടുമുട്ടിയാൽ ഓരോ റീൽസിലാണ് അവസാനിപ്പിക്കാറുള്ളൂ. അതെ, ട്രിയോ ഒന്നുമില്ല. നീ പോക്കി എന്നെ കളിയാക്കി. ട്രിയോയിലെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞു. ഇല്ല, ട്രിയോ തന്നെ പറഞ്ഞത്. ഒക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കാൻ പോകുകയാണ്. പോകുന്നുണ്ടോ? അപ്പോ എന്നാ ഫോൺ എടുത്തിട്ട് വാ. ഡാൻസ് ആണോ അതോ ഏതാന്ന് വെച്ചെടുക്കാം. എടുത്തിട്ട് അമ്മയുടെ ഫോണിൽ തപ്പിട്ട് വന്നിട്ട് എനിക്ക് എന്നിലോട്ട് സെൻഡ് ചെയ്യും. അവിടെ ബാക്ക് അത് അറിയാത്തോണ്ട് ഇപ്പൊ കളിച്ചു തന്നെ. അപ്പൊ അതേ ഇടൂ. ഗൈസ്, ക്രിസ്ത്യാനി ജോബി മാമനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് ക്രിസ്ത്യാനി ജോമാമിൻ ആൻഡ് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ്? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ ഗൈസ്, ഞങ്ങൾ റീൽ എടുത്തിട്ട് വരാം. അടുത്ത ഫാമിലി എത്തി. എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ലേ, സന്തോഷം മാത്രം. ഹാപ്പി ക്രിസ്മസ്. മുത്താൻറ്റി വന്നിട്ടുണ്ട്, ഹാനിക്കുട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ ആരാ വന്നത്? അയ്യോ, ചേട്ടന്റെ പേര് എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ചേട്ടൻ അത്ര വന്നിട്ടുണ്ട്. നമ്മൾ പൊടി പിടിക്കാൻ പോവുകയാണ്. എന്ത് പൊടി? നമ്മളെ ഭക്ഷണം എല്ലാവരും സെപ്പറേറ്റ് ഉണ്ടാക്കി. അതെ, ഇനി റീൽസ് എടുക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഇനി നമ്മളൊന്നും പഠിച്ചു വെച്ചിട്ടില്ല, നമുക്ക് സമയം കിട്ടിയില്ല. ഇനി ആണുങ്ങളുടെ സെറ്റ് തിരിയും, പെണ്ണുങ്ങളുടെ സെറ്റ്, പിള്ളേരുടെ സെറ്റ്. ഞാൻ ഇതിലേതിൽ വിടും. നീ നടുക്ക്, നീ ആ സ്റ്റേജിലോട്ട് വരുന്നതേ ഉള്ളൂ. നിനക്ക് ഇനിയും സമയമുണ്ട് ദാസ. ഞങ്ങള് വാർദ്ധക്യം പ്രാരാബ്ദമൊക്കെ. വാർദ്ധക്യം അതെന്താ? അതൊക്കെ ഓരോ ജീവിതത്തിൽ ഓരോ സ്റ്റേജുകളാ. ഓക്കെ ഗൈസ്, എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഓക്കെ ഇത് നമ്മൾ ഒച്ചയിലേക്ക് പോവാണ്. തുറക്കൂ. ഒച്ചയില്ലേ? എന്ത് പറ്റി? ആൾക്കാര് കൂടിയിട്ട് ഒരുമാതിരിയാവുന്നു. എന്താ ഇപ്പൊ ഒന്നു? ഇതെന്താ ബ്ലോഗാണോ? ഇപ്പൊ ഒന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പറയാനുള്ളത്? നല്ല തണുപ്പാ, നല്ല കിടുകിട വിറയ്ക്കുന്ന തണുപ്പാണ്. അതെ, എന്താ പറയാ, 2007 ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ തണുപ്പ് വരുന്നത്, ഇത്രയും മഞ്ഞ് വരുന്നത്. ജർമ്മനിയിലും ഭയങ്കര തണുപ്പാ, -6 ആണ് അവിടെ. തണുപ്പ് കൂടുതലാ. -3 ഇന്ന് രാത്രി -3 വരെ ഉണ്ട്. കേട്ടോ എന്തോ ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ജമാമ സുഖം, സന്തോഷം.
അടുത്തത് അതാ പോയത്, അതാ പോകുന്നത്. ഇത് കാണുമ്പോ മുന്നടാ ചില ആൾക്കാരുണ്ട്. മാമ കുക്കിംഗ് ആണ്. എന്താ എന്താ ഇല്ല ഇതെന്തത് എന്തത് എന്താ പറ. സാവിക്കോ എന്താ ഇതിന്റെ ഡിഷിന്റെ പേര്? ചിക്കൻ തന്നെ. ഇനി ആരാ ഉള്ളത്? ഹലോ ഹലോ ബൈ ബൈ. അടുത്തത് ഇവിടെ കിട്ടി. എന്തുണ്ട് പറയാൻ? ഒന്നും പറയില്ല, സന്തോഷം. എന്താ നിങ്ങൾ കൊണ്ടുവന്ന എന്താ ഫുഡ്? പോർക്ക് എല്ലാം കാണിക്ക്. ഫുഡ് ഇനി ഫുഡ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് ഓഫാക്കിയേ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോണി ആൻഡ് ഷാനി മീൻകറി. മീൻകറി ഉപ്പിലിട്ടോ മീൻകറിയോ? കൊടംപുളി ഇട്ട മീൻകറി. ആ ഓക്കെ. കപ്പയും കൊള്ളാം. അങ്കമാലി സുഖദേവൻ ചേട്ടന്റെ റെസിപ്പി നിന്ന് വേണ്ടല്ലേ? റോബിൻ ചേട്ടൻ ഉണ്ടാക്കിയത്. അപ്പൊ റോബിൻ ചേട്ടൻ പറയും. അങ്കമാലി സ്പെഷ്യൽ പോർക്ക് പറ്റിയതാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്താ വേണ്ടേ? അങ്കമാലി പറയട്ടെ. അങ്കമാലി സ്പെഷ്യൽ പോർക്ക് കറിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഇനി അടുത്ത ആള് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ചിക്കൻ ഫ്രൈ അല്ലേ? സാധാരണ ചിക്കൻ ഫ്രൈ അല്ലേ? ജോബിമോനാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ ഒരു കേക്ക്. കേക്ക് എന്ത് കേക്കാ? ചോക്ലേറ്റ് ചോക്ലേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്നാ പറഞ്ഞോ, നീ പറഞ്ഞോ. എനിക്കറിയത്തില്ല എന്താ ഉണ്ടാക്കി. അപ്പൊ ഗൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് പയറല്ലേ? ബീൻസ് ആണോ പയറല്ല? മറ്റേ കത്തിപ്പയർ പോലത്തെ ഇല്ലേ? കത്തിപ്പയർ മെഴുക്കുവരട്ടി, പിന്നെ ഇത് പൈനാപ്പിൾ മോരുകറി, പിന്നെ ചോറ്, ഇത് നമ്മളുടെ ചുട്ടരച്ച പോലത്തെ ചമ്മന്തി, പിന്നെ ഇത് നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ. അത്രയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ. ആരൊക്കെ ചോറ് കൊണ്ടുവരാൻ മറന്നു? ഓക്കെ. അല്ല ചോറ് എവിടെയും കണ്ടില്ല അല്ലേ? മാമ എന്തേലും ഉണ്ടാക്കിയോ? ചിക്കൻ. ജോമാന് ചിക്കൻ നോക്കില്ല. അതേ ചിക്കൻ തന്നെ എന്തോ മസാല ഇട്ട് എന്തോ ചെയ്തു. സോ ചില്ലി ചിക്കനാ? എനിക്ക് മാത്രം ചമ്മൽ ഉണ്ടാക്കിയതാണ് ചില്ലി ചിക്കൻ. പക്ഷെ എനിക്ക് വേണം. ഇത്രയും ചിക്കൻ നീ തിന്നൂല. ഞാൻ ഒറ്റയടിക്ക് തന്നെ. സോറി കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാം. ഇത് പോസ്റ്റ് ചെയ്തു. സോറി. ഹലോ ഹലോ ഹണി. വരാമോ? നോക്ക് ഇങ്ങോട്ട് ബാ. അപ്പൊ ഗൈസ് ഇവരുടെ രണ്ടുപേരുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. എന്താണ്? അയ്യോ ഇങ്ങനെ വെമ്പിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവരെയും കൺസിഡർ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ കേക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെള്ളമടിക്കാർ വെള്ളമടിക്കാൻ തരുന്നു. നമ്മൾ പെണ്ണാണ്. ഇങ്ങോട്ട് അറിഞ്ഞൂടാ. അപ്പൊ ശരി. മീൻകറിക്ക് എരിവാന്ന് കേട്ടോ, അതുകൊണ്ട് മീൻകറി കുറച്ചെടുത്തു. ഞങ്ങൾക്ക് ആർക്കും എരിവിഷ്ടല്ല, അതുകൊണ്ട് പിന്നെ കുറച്ച് പോർക്ക്, പിന്നെ ചിക്കൻ ഫ്രൈ, ഒരു ചിക്കൻ ഫ്രൈ എടുത്തു. ഒരു പേരിന് കുറച്ച് ചോറെടുക്കാം. ശരി മതി. അത് നമുക്ക് തൊട്ട് കൂട്ടാൻ. ഇവിടെ തൊട്ട് കൂട്ടാൻ ചോറാണ്, ചാറല്ല. നമുക്ക് ചോറിന് തോരനുണ്ട്.
തോരൻ 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 എനിക്കൊന്നും കേൾക്കുന്നില്ല, പിന്നെ അത് കേൾക്കും. ആ 2 തരം തോരൻ. ഇവിടെ ഭയങ്കര ഒച്ച. ഇവിടെ വെള്ളവടിക്കാരുടെ പാർട്ടി നടക്കുന്നു. അവരവിടെ ലഹള, ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ ലഹള, പിള്ളേര് വേറെ ലഹള. മോര് കറി. എല്ലാ ലിസ്റ്റും തീർന്നോ? എല്ലാ ലിസ്റ്റും തീർന്നോ? കഴിഞ്ഞു തോന്നുന്നു. ഞാൻ കഴിക്കട്ടെ? ഞാൻ കഴിക്കട്ടെ? മീൻകറിക്കാണോ എരിവെന്ന് പറഞ്ഞു? ശരി, സാറില്ല. ഞാന് കഴിച്ചായിരുന്നു, ഞാൻ നേരത്തെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്പ എടുത്തില്ല. അയ്യോ, കപ്പ മറന്നുപോയി. ഷോ സാറില്ല. ഷാനി ചേച്ചി തിരക്കിലാന്ന് തോന്നുന്നു. നമ്മൾ ഫുഡ് കഴിക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാത്തിനും. ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൈസ്, ഞാനിവിടെ എന്തായിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിനുള്ള പേരൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പിള്ളേർ 6 പേരുണ്ട്. എന്നെ പിള്ളേരായിട്ടല്ല വലിയവരായിട്ടാണ് കൂട്ടിയേക്കുന്നത്. പിള്ളേർ 6 പേരുണ്ട്. കിഡ്സിൻ്റെ ഞാൻ ഓൾറെഡി മടക്കി എഴുതി വെച്ചിട്ടുണ്ട്. വലിയവർ 9 പേരുണ്ട്, പിള്ളേർ 6 പേരുണ്ട്. അവരുടെയൊക്കെ പേര് ഞാൻ മടക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പ വാ. ഞങ്ങൾ കളിച്ചിട്ട് വരാം. അപ്പൊ ഈ വ്ലോഗിന്റെ അന്ത്യം എവിടെയാണ്? അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കും. സമയം 11:30. അതെ, എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ട് എല്ലാവരും എടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ ലൂയിച്ച് കൂട്ടനും എന്തോ പറയാനിരിക്കുന്നു. പറയട്ടെ. എന്താ പറയാനുള്ള? ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ പറഞ്ഞുകൂടാന്ന്. അതെ, ഞങ്ങളെല്ലാവരും പിരിയുകയാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോലീസ് വന്നിരുന്നു. നമ്മൾ ഭയങ്കര ഒച്ചപ്പാടാന്ന് പറഞ്ഞുകൊണ്ട് മേളിലുള്ളവര് കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ പോലീസ് വന്നായിരുന്നു. അതെ, ഫൈനൊന്നും കൊടുക്കേണ്ടി വരില്ലെന്ന് വിചാരിക്കുന്നു. ഒരു വാണിംഗ് മാത്രം. അപ്പോൾ ഞങ്ങൾ ചെയ്യുകയാണ്. ഈ വർഷത്തെ അത്ര സന്തോഷമില്ല എന്നേ ഉള്ളൂ. എന്നാ അടിച്ചു പൊളിച്ചു. പക്ഷെ അടിച്ചു പൊളിച്ചതിന് ശേഷമാണ് പോലീസുകാർ വന്നത്. അതുകൊണ്ട് അതെ, രസമുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി. അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അല്ല, ഹാപ്പി ക്രിസ്മസ്. അല്ല, ബിലേറ്റഡ് ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞിരിക്കുന്നു. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്കി ക്രിസ്മസ് ആഘോഷിക്കാൻ ജോമാമൻ്റെ വീട്ടിൽ പോകുന്നു. ഇന്നലത്തെ ഫുഡിൻ്റെ ബാലൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കഴിച്ച് തീർക്കണം. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു, അല്ലേ? അതെ അതെ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പോകാം. ലൈറ്റൊക്കെ ഓഫാക്കിയോ? എപ്പോഴുള്ള സംശയമാണ്. ലൈറ്റ് ഓഫാക്കിയോ, ഗ്യാസ് ഓഫാക്കിയോ, അത് ഓഫാക്കിയോ, ഇത് ഓഫാക്കിയോ? ഇതൊക്കെ ഓഫാക്കിയാലോ? വെറുതെ നമ്മുടെ കറണ്ട് ചാർജ് കളയണത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. നമ്മൾ ഇതിനോട് ഇപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും. ലൈറ്റ് ഓഫ് അവിടെയൊക്കെ ഇവിടെയൊക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ജോമാമൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വേണ്ട കാറിലിരുന്ന് കാണാം. അയ്യോ, ട്രൈപോഡ് ഞാൻ എവിടെ എടുത്തു. എൻ്റെ ഫോൺ. അയ്യോ, എൻ്റെ ഫോൺ. ഗൈസ്, അപ്പോൾ നമ്മൾ ജോമാമൻ്റെ വീട്ടിലോട്ട്. അയ്യോ, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഐഷ് വീണ്. വീഴല്ലേ. സാവി, നിനക്ക് ഷൂ ഒന്ന് മാറ്റിയിട്ടൂടെ?
ഓക്കെ കഴിച്ചു നമുക്ക് പോവാം. അമ്മേ ഞാൻ തെന്നി വീഴും. നമ്മൾ 2 വണ്ടിയിലാണ് പോകുന്നത്. ഒരു 10 മിനിറ്റ്സ് അല്ലേ? 10 മിനിറ്റ് 10 കിലോമീറ്റർ 10 മിനിറ്റ് അത്രേ ഉള്ളൂ അമ്മേ. ആ ശരിയാ, ഇതുവഴി പോവാം. അവിടെ അമ്മ മഞ്ഞ അധികമല്ല, സൂക്ഷിക്കണേ. ഓ ഇവിടെ കാണിച്ചേ, ഇത് എവിടുന്നാ പൊക്കിക്കൊണ്ടുവന്നേ? ക്ലാസ് അതാ അവിടെ ചാടിക്കിടപ്പുണ്ട്. ആ ഇത് കൊള്ളാലേ, ഇതൊക്കെ നല്ല സെന്റ്. അയ്യോ അമ്മ കളയല്ലേ. ഇത് നോക്ക്, 1 സെന്റിമീറ്റർ ഉണ്ട്. കേക്കോ? ആ അപ്പോൾ ക്രിസ്മസിന് കേക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞവർക്ക്. ഓക്കെ, ആരാ പറഞ്ഞത്? നമുക്ക് കേക്ക് കിട്ടി. എനിക്ക് കിട്ടിയില്ല. അയ്യോ അത് ചളി. ഞാൻ ഇന്നലെ എടുത്ത് തിന്നു. തണുപ്പില്ല എന്ന് ചോദിച്ചവരോട്, തീരെ തണുപ്പില്ല. എൻ്റെ അമ്മോ, ഈ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നാൽ പിന്നെ എങ്ങനെ? എൻ്റെ അമ്മോ, എന്ത്? ആ എന്താ ഭംഗി, ഇതിനകത്തൊന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങോട്ട് നോക്കൂ. ഇതാണ് നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയുള്ള നമ്മുടെ വ്യൂ. ഇതാണ് നമ്മളെ വീട്. സെറ്റാണോ? അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ നേരെ. എനിക്ക് വഴിയൊക്കെ അറിയാം, കാണാപ്പാടാണ്. യാത്ര തുടങ്ങിയിരിക്കുന്നു. പറയാം ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയോ? പാട്ട് വെച്ചാൽ ശരിയാവില്ല. എന്താ സൗണ്ട് ഇട്ട്? ചേച്ചി എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്തത്? നിങ്ങൾ ഇടാറില്ല? ഇന്നലെ അല്ല, 24-ാം തീയതി വീണത്. നല്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താ വ്യൂ. ഓ എന്താ രസമാ. നമ്മൾ വണ്ടർലാൻഡിൽ വന്നതുപോലെ ഒരു ഫീലിംഗ്. ആലിസ് ഇൻ വണ്ടർലാൻഡ്. നല്ല ഭംഗിയുണ്ട്. നല്ല വെയിലുണ്ട്, മുഖത്തോട്ട് അങ്ങോട്ട് അടിക്കുകയാണ്. സൺ കിസ്ഡ്. പെട്ടെന്ന് അങ്ങനെ ആ വെള്ളം ആയതുകൊണ്ട് ഭയങ്കര പ്രകാശം. എന്നാ ബ്യൂട്ടിയാ നോക്കിയ ഫ്രണ്ട്. എന്താ ഭംഗി, വിഷ്വൽ ബ്യൂട്ടി. സൈഡൊക്കെ നോക്കാം, സൈഡ് വ്യൂ നല്ല രസമല്ലേ. എന്നിട്ട് അടിപൊളിയായിരുന്നോ? എന്തുവാ സ്ഥലത്തിന്റെ പേര്? അറിയില്ലേ? വിൽഹംസ്ബർഗ്. ടൂറിസ്റ്റ് പ്ലേസാ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു. അന്ന് ഞാൻ തെന്നി അടിച്ച് വീണില്ലേ, അത് വിൽഹംസ്ബർഗ് അവിടെ തന്നെ. ആ അത് തന്നെ, എന്നാൽ അത് വിൽഹംസ്ബർഗ് ഞങ്ങൾ പോയത്. അത് ശരിയാ. അവിടെ അങ്ങ് പോകുമ്പോൾ 70 കാണിക്കുക. അപ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ട്. എത്ര ഗ്രേഡ് ഉണ്ടായിരുന്നു സ്നോ? അല്ലേ സ്നോ പെയ്തപ്പം? എത്ര ആയിരുന്നു വരിക? 0-1 ആയിരുന്നു. അത് രാത്രിയാണ് പെയ്തത്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ എണീറ്റപ്പോൾ തന്നെ 12 ഇന്ന് ആദ്യമായിട്ടാണോ നീ 9:30 എഴുന്നേറ്റ്? വാവ്. ഇല്ല, സ്കൂളിൽ പോകുന്ന ദിവസം. സ്കൂളിൽ എത്ര മണിക്ക് എഴുന്നേക്കണം? ഞാൻ 5:40 ഒരാൾ അലാറം വെക്കും. എന്നിട്ട് എണീക്കുന്നത് 6:30. 6:30. അപ്പൊ എത്ര മണിക്ക് പോണം? 7:15 വണ്ടി. 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 7:07 ബസ് ഉണ്ട്. എന്നിട്ട് ട്രെയിന് കയറി ഇവിടെ എത്തും. എത്ര മണിക്ക് സ്കൂൾ ക്ലാസ് തുടങ്ങുന്നത് 7:50. ഓക്കെ, 7:50 തൊട്ട് 3 മണി വരെയാ? അല്ല, അത് ടൈം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു ലെസണൊക്കെ പോവുകയാണെങ്കിൽ ഹൗസ് ഫാൾ എന്തായാലും പറയാ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ വീട്ടിൽ പോകാം. ലൈറ്റ് കണ്ടോ കുഞ്ഞ്? ലൈറ്റ് അല്ല, സൂര്യൻ. സൂര്യൻ. ടോണി ചേട്ടന് ഇത് സൺഷീൽഡ് ഒന്നും വേണ്ടേ?
പുറയിലൊരു സൺഷൈൻ ഇരിക്കുമ്പോൾ എന്തിനാണ് അതെ അതെ. അപ്പൊ അവരങ്ങ് ബാക്കിലാ. അവരെ കണ്ടില്ലല്ലോ. ബാക്കിലായിരിക്കും. ബാക്കിലുണ്ടോ? ഉണ്ടാവും. ആ അതവരാ. അതെ, പുറയിൽ പഠിക്കണത് മാനുവലല്ലേ? കാറ് പഠിക്കുന്നത് രണ്ടും ഏത് വേണമെങ്കിലും പഠിക്കാം. ഏത് വേണമെങ്കിലും പഠിക്കാം. അങ്ങനെയുണ്ട് അല്ലേ? എനിക്ക് ഇനി 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, വേഗം തന്നെ പഠിച്ചെടുത്ത് ഓടിക്കാം. ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലേ, മാന്. രാത്രി നിറയുണ്ട്. പൂച്ചേ ചെന്നല്ല. ഈഗലിന് എന്താ പറയാ, മുള്ളമ്മന്നി ഉണ്ട്. എലിയുണ്ട്. എലി ഇഷ്ടം പോലെ ഉണ്ട്. പാറ്റ ഉണ്ട്. എൻ്റെ അമ്മ, പാറ്റയുണ്ടോ വീട്ടില്? പാറ്റുണ്ട്. ആഹാ, 8 കാലി കണ്ടിട്ടേ ഇല്ല. ഇല്ലേ? എന്നാ ഞങ്ങളെ വീട്ടിലോട്ട് അല്ല, ഇവിടെ നല്ല ഇപ്പൊ വന്നത്. ഇന്ന് രാത്രി ഒന്ന് വന്നായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ജോമാമന്റെ അടുത്തെത്തി. അടുത്തല്ല, ജോമാമന്റെ വീടിന്റെ അടുത്തെത്തി. ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടില്ല. ട്രൈപോഡ് എടുക്കണം. ഓക്കെ, ഞാൻ ഇപ്പൊ ഞാനൊന്ന് വീണാനെ. ചേച്ചി ഇന്നൊരു വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിന്റെ വീഡിയോക്ക് ഞാൻ വീഴുന്ന സ്നേഹനിധിയായ എങ്ങോട്ടാ? ജോമാമന്റെ വീട്ടിലോട്ട്. അവന് തിന്നാൻ കൊടുക്കും. ലൂയിസുകുട്ടന്റെ ഫസ്റ്റ് സ്നോയാണ്. ആണോ? ഫസ്റ്റ് മഞ്ഞാണ് ലൂയിസുകുട്ടന്റെ. ലൂയിസുകുട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താണ് സ്നോ എന്ന്. പക്ഷെ തണുപ്പ് നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. മുഖമൊക്കെ തണുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൂയിസിന്റെ ഫസ്റ്റ് സ്നോ ആണ്. ലൂയിസുകുട്ടന്റെ ഫസ്റ്റ് സ്നോ ആണ്. നമ്മൾ 3, 2, 1. അവന്റെ മുഖം അയ്യോ തട്ടിക്കള, അവന് തണുക്കും. അയ്യോ പാവം. എന്താ കോലം. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടെ പോലീസിനെ വിളിച്ചു വരുത്തുന്നതാണ്. ഞങ്ങളെത്തി. ജോബിച്ചേട്ടന്റെ വീട്ടിലെത്തിയേക്കുന്നു. ഇനി അടുത്ത പെർഫോമൻസ് അകത്ത് ഇന്നലെ പോലീസ് വന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അടുത്ത പട്ടാളത്തെ നമ്മൾ വരുത്തുന്നതായിരിക്കും. അത് നല്ലൊരു ഇതാണ്. ഇല്ല മോളെ, നിങ്ങൾ പൊക്കോ. ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഇനി ഉച്ച വൈകിട്ട് പോയാൽ മതി. പൊളിക്കാൻ നമുക്ക് ഇവിടെ. ഇല്ല, ഇത് ഡേ 2. നിനക്ക് എന്തായിരുന്നു കണ്ടുകൂടിയില്ല. തലവണയൊക്കെയായിരുന്നു ജോമച്ചേട്ടൻ. എന്റെ ഹാനിമാൻ ഒച്ചൂടാ ഇങ്ങനെ പോന്നെ. എനിക്കത് എടുത്തിട്ട് ട്രൈപോഡോ. അമ്മ ട്രൈപോഡോടെ. ട്രൈപോഡ് എവിടെ? ഇല്ലായിരിക്കും. ഇല്ല. തുറക്കൂ ഗൈസ്, തുറക്കൂ ചേച്ചി. അല്ല ഇത് വേണമെന്ന് പറഞ്ഞു. ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മോ
നിങ്ങളെന്താ അവർക്ക് ആഡ് എടുത്ത് കൊടുക്കുന്നു? എന്താ ഗ്ലാസ് ട്രൈപോഡ് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്?